കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ RSSനെ നിരോധിക്കുമെന്നാണ് ഖാർഗെയുടെ പുത്രൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഇതൊരിക്കലും നടക്കാൻ പോകാത്ത ഒരു കാര്യമാണ്, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസ് അധികാരത്തിൽ അതിന് വരണ്ടേ? ജന്മത്തിന് വരാൻ പോകുന്നില്ല. കാരണം ഭരിക്കുന്ന കാലത്ത് അവർ തീവ്രവാദ പരമ്പരകൾക്ക് കുട പിടിച്ചുകൊണ്ട് ഇന്ത്യയെ വിറപ്പിച്ചിരുന്നു. എത്ര നിരപരാധികളായ വ്യക്തികളാണ് ജിഹാദിസത്തിൻ്റെ ക്രൂരതയ്ക്ക് മുമ്പിൽ സ്വന്തം ജീവൻ ബലി കഴിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒന്നും അറിയാത്ത നിരപരാധികൾ, നിരായുധരായിട്ടുള്ള ആൾക്കാർ. അവർ മാർക്കറ്റിൽ പോകുമ്പോൾ, അവർ തെരുവീഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അവർ ചവറ്റുകുട്ടയിൽ നിന്ന് അത്ഭുത വസ്തുക്കളെന്ന് കരുതുന്ന വസ്തുക്കൾ എടുക്കുമ്പോൾ ഒക്കെ തന്നെ ബോംബുകൾ ഇങ്ങനെ സ്ഫോടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരാളിനെ ഇപ്പോൾ പിടിച്ചു. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അബൂബക്കർ സിദ്ദിഖി, കാസർഗോട്ടുകാരനാണ്, അറസ്റ്റ് ചെയ്ത് ആന്ധ്രാപ്രദേശിൽ വെച്ചു. ദക്ഷിണേന്ത്യയിലുടനീളം സ്വൈര്യമായിട്ട് വിഹരിക്കുകയായിരുന്നു. ഓരോന്നായിട്ട് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നക്സലൈറ്റ് തീവ്രവാദത്തെയും നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇച്ഛാശക്തിയുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. മറിച്ച് കോൺഗ്രസിൻ്റെ കാലത്ത് തീവ്രവാദികൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ആവശ്യമില്ലാത്ത ബഹളങ്ങളുണ്ടാക്കി, യുദ്ധമുണ്ടാക്കി, ഒരു ഭിന്ദ്രന്മാരെയെ അറസ്റ്റ്, അവിടെ സുവർണ ക്ഷേത്രത്തിലെ സിഖുകാരുടെ മുഴുവൻ മനസ്സിനെയും അവരുടെ വിശ്വാസത്തെയും മുറിവേൽപ്പിച്ചുകൊണ്ട് കൊന്നു എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ നടപടിക്ക് ശേഷം തീവ്രവാദികൾക്കെതിരെ ഇച്ഛാശക്തിയുള്ള എന്ത് നടപടിയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്? അപ്പോൾ നമ്മളിങ്ങനെ തീവ്രവാദികളാൽ കൊല്ലപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണെന്ന് അറബ് മൃഗങ്ങളെപ്പോലെ കരുതിക്കൊണ്ടിരുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ ഇച്ഛാശക്തി കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയാത്തതെന്ന് തെളിയിച്ച ഒരു ഗവൺമെൻറ്, ഉരുക്കിൻ്റെ മനസ്സുള്ള ഒരു പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഒരു ആഭ്യന്തരമന്ത്രിയും ചേർന്ന് പാകിസ്ഥാന് പോലും കാണിച്ചു കൊടുത്തു. പാകിസ്ഥാൻ്റെ കഴുത്തിപ്പോൾ ഇന്ത്യയുടെ കരങ്ങൾക്കുള്ളിലാണ്. ഇനിയൊരു സാഹസത്തിന് മുതിർന്നാൽ തീവ്രവാദികളെ കൊണ്ട് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ആരെയെങ്കിലും കൊന്നുകഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വെണ്ണീറായി തീരും. ആരും ഉണ്ടാവില്ല നിങ്ങളോടൊപ്പം എന്ന് തെളിയിച്ച ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ആ വ്യത്യാസം ജനങ്ങൾക്ക് സുബോധ്യമാണോ? BJP എന്ന് പറയുന്ന ഒരു ചെന്നായാണെന്ന് പറഞ്ഞുകൊണ്ട് ആടിനെ ചെന്നായാക്കി മാറ്റുന്ന ചെന്നായ്ക്കളുടെ പ്രൊപ്പഗാൻഡ വെറും പോഷ്കാണെന്നും അവർക്ക് മനസ്സിലായി. പതുക്കെ കാറ്റ് തിരിഞ്ഞു വീശിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ സ്ഥിരപ്രജ്ഞ നഷ്ടപ്പെട്ട ഒരാളെപ്പോലെ ഇങ്ങനെ ചപലമായ വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ BJPയിൽ നിന്ന് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലേക്ക് പോകണമെന്നൊരാവശ്യം ഉന്നയിക്കാൻ ഇടയില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വരത്തില്ല. ആ കാളരാത്രികളിലേക്ക് ഇനി മടങ്ങരുതെന്നുള്ള പ്രാർത്ഥനയാണ് 140 കോടി ജനങ്ങളിൽ അല്ലെങ്കിൽ നിശബ്ദ ഭൂരിപക്ഷത്തിനും ഉള്ളത്. ഇനി പക്ഷേ മറിച്ച് BJPക്കെതിരായിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, AAP താഴ്ന്നുപോയി, അതുപോലൊരു പ്രസ്ഥാനം വരാതെ അധികാരമാറ്റം ഉണ്ടാവില്ല എന്ന് നമ്മുടെ വലിയ അധികം ബുദ്ധിശക്തിയൊന്നും വേണ്ട, ബുദ്ധിജീവികളും വേണ്ട, കോമൺ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില സംസ്ഥാനങ്ങളിലെങ്കിലും കോൺഗ്രസിന് ഭരിക്കാൻ കഴിഞ്ഞേക്കും. കർണാടകം അതുപോലൊരു സംസ്ഥാനമാണ്. കർണാടകം ആ ജിഹാദിൻ്റെ പേരിൽ തന്നെയാണ് അധികാരത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് അവിടെ വന്നിട്ടുള്ളത്. ഹിജാബിൻ്റെ പേരിൽ നടന്ന സമരത്തിൽ അവർ പിടിച്ച പക്ഷപാതം, സ്കൂൾ കുട്ടികൾ യൂണിഫോം ധരിക്കേണ്ട, മതവസ്ത്രം ധരിച്ചാൽ മതി, അവർ മതദേഹങ്ങളായിട്ട് കോളേജ് ക്യാമ്പസിൽ, സ്കൂൾ ക്യാമ്പസിൽ കയറിയാൽ മതിയെന്നുള്ള തികച്ചും വർഗീയമായ നിലപാടെടുത്തതുകൊണ്ടാണ് കർണാടകത്തിൽ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ജിഹാദികളുടെ പിന്തുണ അതിനുണ്ടായിരുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് പല ഹിന്ദുക്കളെയും അതിനുശേഷം ബംഗ്ലാദേശിലെന്ന പോലെ കൊലക്കത്തിക്ക് ബാംഗ്ലൂരിലെ നഗരവീഥികളിൽ പോലും ഇരയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരം ഒരു ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്യമാണ് ഖാർഗെയുടെ മകനായിട്ടുള്ള പ്രിയങ്ക് ഖാർഗെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ആ പ്രിയങ്ക് എന്ന് പറയുന്ന പേര് പോലും കടമെടുത്തിട്ടുള്ളതാണ്. എവിടെ നിന്ന്? നെഹ്റു കുടുംബത്തിൽ നിന്ന്. ആ നെഹ്റു കുടുംബത്തിൻ്റെ വിധേയത്വമാണ് ഖാർഗെ കുടുംബത്തിനെ കോൺഗ്രസിൻ്റെ ഒരു പ്രിയപ്പെട്ട കുടുംബമാക്കി മാറ്റാനും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയെ കോൺഗ്രസിൻ്റെ നാമമാത്രമായിട്ടുള്ള റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള പ്രസിഡൻ്റാക്കാനും തീരുമാനത്തിന് പിന്നിലുള്ളത്. മറിച്ച് ശശി തരൂരിനെ പോലെ സ്വന്തം അഭിപ്രായം നെഞ്ചൂക്കോടെ പറയുന്ന ഒരു പ്രധാനമന്ത്രിയല്ല കോൺഗ്രസ് പ്രസിഡന്റിനെ അവരാഗ്രഹിക്കത്തില്ലെന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഖാർഗെയെ പ്രസിഡൻ്റാക്കിക്കൊണ്ട് ശശി തരൂരിനെ തോൽപ്പിച്ചത്. അതും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രിയങ്ക എന്നുള്ള പേര് പോലും ഗാന്ധി കുടുംബത്തിൽ നിന്ന് കടമെടുത്തതാണെന്നുള്ളതും നമ്മൾ ഓർക്കണം.
പിന്നെ ഇദ്ദേഹം അവിടെ തന്നെ കർണാടകത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ വമ്പിച്ച ഒരു ഡെമോഗ്രഫി ഉണ്ട്. ആ ഡെമോഗ്രഫിയെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വോട്ടുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യങ്ങൾ RSSനെ നിരോധിക്കുമെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന് ഈ RSSനെ നിരോധിച്ചു എന്നുള്ളതാണ്. ശരിയാണ്, അതെപ്പോഴായിരുന്നു? ഗാന്ധി വധത്തെ തുടർന്ന്. പക്ഷേ അതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഈ RSSനെ അംഗീകരിച്ചു എന്നുള്ള സത്യം, ചരിത്ര സത്യം അദ്ദേഹം മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണ്. മഹാത്മാഗാന്ധി ഒരു RSS ശാഖയിൽ പങ്കെടുത്തുകൊണ്ടല്ല, അത് കാഴ്ചക്കാരനായി ചെന്നുകൊണ്ട് പറഞ്ഞത്, ഇത്ര അധികം ചെറുപ്പക്കാർ ഇത്ര അച്ചടക്കത്തോട് കൂടി നടത്തുന്ന ഈ ഒരു വ്യായാമം ഇന്ത്യയിലെ പൗരന്മാരെ അച്ചടക്കമുള്ളവരാക്കി സന്നദ്ധ സേവകരാക്കി മാറ്റുന്നതിന് സഹായിക്കും എന്ന്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ RSSനെ പങ്കെടുപ്പിച്ചു. നിക്കറും വെള്ളയുടുപ്പുമായിട്ട് അന്നത്തെ വേഷം അതായിരുന്നു. അവർ അതിൽ പങ്കെടുത്തു, ലെഫ്റ്റ് റൈറ്റ് മാർച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹവും അംഗീകരിച്ചിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ച സമയത്ത്, പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ വേർപെടുത്തിയ സമയത്ത് RSSൻ്റെ സഹായം ചോദിച്ചിരുന്നു. അന്ന് അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ദുർഗ എന്നാണ്. ദുർഗ എന്നുള്ള വിശേഷണം. മുക്തി ബാഹിനി എന്ന് പറയുന്ന ആ സംഘടനയിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് RSS ആണ്. എന്ന് മാത്രമല്ല, പലതവണയായിട്ട് ഈ സംഘടനാ കോൺഗ്രസിനുമൊക്കെ എതിരായിട്ട് RSSൻ്റെ സഹായം ഇന്ദിരാഗാന്ധി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കരുണാകരൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് PP മുകുന്ദൻ എന്ന് പറയുന്ന BJP നേതാവ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദേശീയ പ്രശ്നങ്ങൾ വരുമ്പോൾ അടൽ ബിഹാരി വാജ്പേയിയെ വിശ്വസിച്ചിരുന്നു കോൺഗ്രസും. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ ശശി തരൂരിനെ എങ്ങനെ ഏർപ്പെടുത്തിയോ, ഇന്ത്യയുടെ ശബ്ദം പാകിസ്ഥാനെതിരായിട്ട് മുഴക്കാൻ ഉജ്ജ്വല വാഗ്മിയായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയെ തന്നെ അവർ അയച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രമൊക്കെ മറന്നുകൊണ്ട് കാർഗെയുടെ ഒരു മകൻ പറയുകയാണ്, ഞങ്ങൾ RSSനെ നിരോധിക്കും. എന്തിനാണെന്ന് വെച്ചാൽ PFൻ്റെ സ്ലീപ്പർ സെല്ലുകളിൽ, അതുപോലെ തന്നെ SDPIയിൽ, അതുപോലെയുള്ള ജിഹാദി സംഘടനകളിലെല്ലാം തന്നെ ധാരാളമായിട്ട് മുസ്ലിങ്ങളുണ്ടവിടെ. ആ മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കിനെ, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചപല വ്യായാമമാണ്. അതുപോലെ തന്നെ അർത്ഥരഹിതമായിട്ടുള്ള വിഫല വ്യായാമം കൂടിയാണത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് കോൺഗ്രസ് ഒരു അഭിപ്രായം? RSSനെ നിരോധിക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള മറ്റൊരു മതവർഗീയ സംഘടനകൾ എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള മതവർഗീയ സംഘടനകളെ ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും. അപ്പോൾ ഇത്തരത്തിൽ ഇടതും വലുതും ചേർന്നുള്ള ഈ ഒരു പ്രീണന രാഷ്ട്രീയം കളിക്കുമ്പോൾ RSSനോട് എന്താണ് ഇവർക്ക് ഇത്ര ചതുർത്ഥി? അത് പ്രധാന RSSനോട് ഇങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർക്ക് വമ്പിച്ച, നമ്മളിപ്പോൾ പ്രൊഫൈലുകളിൽ തന്നെ കാണാം. ഇപ്പം വോട്ട് ബാങ്ക് വർധനവിനാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗം മാത്രമാണ് മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത്. അതിൽ ഒരു പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി SDPI എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ കുറച്ച് പേര് മാത്രമേ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുള്ളൂ, സംഘടനയോട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞോണ സമസ്ത പോലുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്ന നമ്മുടെ യഥാർത്ഥ ഒരു ഇന്ത്യൻ മുസ്ലിംസ് എന്ന് തന്നെ പറയാം. അവരൊരിക്കലും രാഷ്ട്ര അല്ലെ അവരുടെ സ്വന്തം രാഷ്ട്രം വേണമെന്ന് പറയത്തില്ലല്ലോ, അല്ലെ അവരുടെ ഇത് വളർത്തണമെന്നുള്ള രീതി വരത്തില്ലോ. നല്ല ആൾക്കാരുണ്ട്, മോശപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ചെറിയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വർധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കുകയല്ലേ കോൺഗ്രസ് ചെയ്യുന്നത്? അതിലെ ഒരു പോയിന്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ശ്രദ്ധേയമായ ഒരു പോയിന്റ് ഇത് പറഞ്ഞു. ഈ ചോദ്യത്തേക്കാൾ പ്രസക്തം അതിൽ ഒളിഞ്ഞിരുന്ന പോയിന്റാണ്. കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, കേരളത്തിൽ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ PFനോ അതുപോലെ തന്നെ SDPIക്കോ വലിയ രീതിയിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ കഴിയാത്തത്. തീവ്രവാദം മാത്രമേ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും തെക്കൻ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ, കർണാടകം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് മുസ്ലിം ലീഗിന് വലിയ പ്രാബല്യമില്ല. അതുകൊണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ VM സുധീറിനോട് വിളിച്ചു ചോദിച്ചു, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി നിലകൊണ്ട ഒരു സംഘടനയുടെ അവാന്തര വിഭാഗമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, മുസ്ലിം ലീഗിന് വളരെ പ്രസക്തിയുണ്ട് കേരളത്തിൽ. അതാണ് ഈ ജിഹാദി രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്തുന്ന ഒരണക്കെട്ട് പോലെ അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കർണാടകത്തിൽ അതില്ല, ആന്ധ്രാപ്രദേശിൽ അതില്ല, തമിഴ്നാട്ടിൽ അതില്ല. അവിടെ ജിഹാദികളുടെ സ്വതന്ത്ര വികാരമാണ്. ഈ
ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പ്രിയങ്ക ഖാർഗെയുടെ വാക്കുകൾ ഏറ്റെടുക്കുന്നതും അതിനെ വൈറലാക്കി തീർക്കുന്നതും ഈ ജിഹാദികളാണ്. ആ ജിഹാദി വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതൊരു വർഗീയമായിട്ടുള്ള വ്യായാമം തന്നെയാണ്. RSS നടത്തുന്നതിനേക്കാളും ഒരു പക്ഷേ വർഗീയമായിട്ടുള്ള വാക്കുകളാണ്, വിഷമാണ് അവിടെ തുപ്പിയിരിക്കുന്നത്. ഇത് പറയേണ്ട ഒരു കാര്യമില്ല. RSS അടുത്ത കാലത്തായിട്ട് ഒരു കൊലപാതകവും നടത്തിയിട്ടില്ല. ഇന്ത്യയിലെവിടെയും, കേരളത്തിൽ പ്രത്യേകിച്ചും, കർണാടകത്തിലും പകരം ചെയ്തിട്ടില്ല. അവരുടെ ബജറംഗ് ദൾ, അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരെയൊക്കെ ധാരാളമായിട്ട് ഈ ജിഹാദികൾ കൊന്നുകൂട്ടിയിട്ടുണ്ട്. തിരിച്ചു ചെയ്യാൻ അറിയാഞ്ഞിട്ടില്ല, പക്ഷേ അവർ ചെയ്തിട്ടില്ല. അവരുടെ ദേശീയ നയം ഇപ്പോൾ അതങ്ങനെയാണ്. മോഹൻ ഭാഗവത്, അതുകൊണ്ടാണ് ശശി തരൂർ തന്നെ പറഞ്ഞത് RSS വളരെയധികം മാറിയിട്ടുണ്ട്.